ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എവിടെയാണ് നിർത്തിയത്? കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് അതിൻ്റെ ബാക്കി വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ദേ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇവിടെയാണോ ഇതിൻ്റെ തുടക്കം എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഈ സ്പോട്ടിലാണ്. ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് ക്യാമറ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ചുറ്റിനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വഴി, ഇങ്ങോട്ട് വഴി, ഇപ്പുറത്തോട്ട് വഴി, അപ്പുറത്തോട്ട് വഴി, എല്ലാ വശത്തോട്ടും വഴി, കുറേ ലൈറ്റും കുറേ കടകളും കുറേ ആൾക്കാരും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ഏത് വഴി കൂടെയാണ് ആദ്യം പോകേണ്ടതെന്ന് അറിയില്ലാണ്ട് പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ഇങ്കി പങ്കി പോങ്കി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വഴി ചൂസ് ചെയ്തതേ ആ വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങോട്ട് കയറണം എന്നറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ നമ്മുടെ പുറകെ ഈ ചേട്ടൻ വന്നു. കുറേ നേരം നമ്മുടെ പുറകെ വന്നു, മേടിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. അത് കഴിഞ്ഞ് ഈ പൊട്ടറ്റോ ട്വിസ്റ്റാറ്റോ അങ്ങനെയാണ് ആ കടയുടെ പേര് കണ്ടത്. അത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ എന്തായാലും കയറണം. പക്ഷെ ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒട്ടും വിശപ്പുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചവിടെ വരുന്നതായിരിക്കും. പിന്നെ നമ്മളിത് ഈ കട എന്നൊന്നുമല്ല, ഒരു കടയുടെ ഫ്രണ്ടിൽ അങ്ങനെ ജസ്റ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഈ സ്കാർഫൊക്കെ കിട്ടുന്ന പോലത്തെ ഈ കടയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഹെയർ ബാൻഡ് പോലെ വെക്കുന്ന ആ ഇയർ കാഫ് അത് അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി എൻ്റെ അടുത്ത് വേണമെന്ന് പറയണം. അപ്പോൾ അവൾക്ക് അത് വാങ്ങിച്ചു. എനിക്കൊരു തൊപ്പി വേണമായിരുന്നു, അങ്ങനെ ഞാനൊരു തൊപ്പി മേടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് എൻ്റെ ഒരു ഫേവററ്റ് സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഭയങ്കര കമ്മൽ ക്രേസാണ്. കമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാന്ത. എൻ്റെ മുമ്പിൽ കുറേ ഇമിറ്റേഷൻ കമ്മലും കുറേ സ്വർണവും വെച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇമിറ്റേഷൻ കമ്മലിലൊക്കെ കൈ പോവുള്ളൂ കേട്ടോ. എനിക്ക് സ്വർണത്തിനേലും സൂക്ഷ്മമാണ് ഈ വക കാര്യങ്ങൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കട അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആ ചേട്ടൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ജർമ്മൻ സിൽവറാണ്. അത് ചൂടുവെള്ളം ഒഴിച്ചാലും ഒന്നും പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ കൈ പിടിച്ചിരുന്നത് അത് സാധാരണ സിൽവറാണ്. അതൊരു 1 ഇയറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇങ്ങനെ ആ ചേട്ടൻ പ്രലോഭിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മേടിക്കൂ മാം, ഉള്ളിലോട്ട് വരൂ, നോക്കൂ, ഇനിയും നമ്മുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട് മാം, എത്ര വേണമെങ്കിലും എടുത്തോളൂ, ഡിസ്കൗണ്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു വാങ്ങാനായിട്ട്. അങ്ങനെ ആ ചേട്ടൻ്റെ മോട്ടിവേഷൻ കാരണം ഫൈനലി നമ്മൾ കടയുടെ ഉള്ളിൽ പോയിട്ട് കളക്ഷൻസ് നോക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ പോയിട്ട് മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഞാൻ ഈ ഒരു കടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതുപോലെ കളക്ഷൻസ് ആയിരുന്നു ആ കടയിൽ. എനിക്ക് ആ കടയുടെ പേരൊന്നും അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണല്ലോ. അപ്പം കണ്ട ഒരു കടയിൽ കയറി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കുറേ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ആ കാണുന്ന വയലറ്റ് ആൻഡ് വൈറ്റ് കമ്മലില്ലേ, ആ കമ്മലാണ് എന്നെ ആ കടയിലേക്ക് ആകർഷിച്ച ഒരു ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാൻ ദൂരേന്ന് നടന്നു പോയപ്പോൾ ആ ഒരു കമ്മൽ കണ്ടിട്ടാണ് ഞാൻ ആ ഷോപ്പ് ശ്രദ്ധിക്കണത്. അങ്ങനെ അതിൻ്റെ അകത്ത് പോയി. അമ്മൂസിനും കമ്മലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടതൊക്കെ നോക്കി, ഞാൻ എനിക്ക് വേണ്ടതൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കട മൊത്തത്തോടെ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് തോന്നിപ്പോയി എനിക്ക്. കാരണം എന്തു തൊട്ടാലും ഭയങ്കര രസമുണ്ട്. എനിക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറയണ എത്രത്തോളം മനസ്സിലാവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എറണാകുളത്തുള്ളവർക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ആ ഒരു റേറ്റിന്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇങ്ങനത്തെ കമ്മലുകൾ ഇവിടെ ഇല്ലെന്നല്ല ഞാൻ പറയണേ, പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗുഡ് വില്ലോ അല്ലെങ്കിൽ കോൺവെൻറ്റ് ജംഗ്ഷനിലുള്ള കടകളിലൊക്കെ പോകണം. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് കുറച്ചും കൂടെ റേറ്റ് ബെറ്റർ ആയിട്ട് തോന്നി. നല്ല കളക്ഷൻ ഓഫ് കമ്മൽ. അത് കണ്ടോ, ആ കമ്മൽ എനിക്കും അമ്മൂസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് കമ്മലുകൾ എടുത്തു. 1-2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കമ്മലുകൾ അവിടെ നിന്ന് വാങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ കുറേ കമ്മലുകൾ ഇങ്ങനെ എനിക്കൊരു ചെറിയൊരു ബോക്സ് പോലെ ആ ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നതൊക്കെ എടുത്തിടാൻ വേണ്ടി. അതിലേക്ക് ഞാൻ കുറേ എടുത്തിട്ടു. കാണുന്ന എല്ലാം എടുത്തിട്ടു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ കുറേ ഫിൽട്ടർ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ
ഒരുപാട് പൈസ ഇതിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ കുറേ കമ്മലൊക്കെ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ കമ്മലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നില്ല കേട്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ആ കടയിലെ എല്ലാ കമ്മലും, എനിക്കിഷ്ടപ്പെട്ട എല്ലാ കമ്മലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ചേട്ടനുമായിരുന്നു പുള്ളി. നല്ലോണം കച്ചവടം ചെയ്യാൻ അറിയാമെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഭയങ്കരമായിട്ട് മേടിക്കാൻ ഒരു മോട്ടിവേഷനാണ് ആ ചേട്ടൻ. അങ്ങനെ ഫൈനലി കമ്മലെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു, പൈസ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ എനിക്ക് അത്യാവശ്യം ഒരു ഫെയർ ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ നമ്മൾ കമ്മലിൻ്റെ എണ്ണവും ഡിസ്കൗണ്ടും അങ്ങനെ എല്ലാം കൂട്ടിയും കിഴിച്ചും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് അവിടെ കറണ്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ ആ ടോർച്ച് ലൈറ്റിലാണ് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം ഒരു ചെറിയ ബോക്സിലിട്ട് തരണം. അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളം വരെ വരുമ്പോഴേക്കും ഇതൊക്കെ പൊട്ടിപ്പോരുതല്ലോ. അങ്ങനെ ആ ചേട്ടനെ എനിക്കൊരു ബോക്സിലൊക്കെ ഇട്ട് കവറിലിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും തന്നെ എൻ്റെ പൊന്നെ മതിയേ, കാരണം നമ്മൾ അത്യാവശ്യം നല്ലോണം ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ആൻഡ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇനി എന്ത് മേടിക്കാനാണ്, ഇനി എങ്ങോട്ട് പോകാനാണ്. കാരണം ഓൾമോസ്റ്റ് രാത്രിയായി. അത്രയും സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും ഈ പറഞ്ഞ പോലെ ആ കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 4 വശത്തോട്ടും റോഡായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാണ്ട് വീണ്ടും നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. കുറേ നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്കും ഈ പറഞ്ഞ പോലെ ബാഗിൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ല. അത്യാവശ്യം ബാഗൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ബാഗ് മേടിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് കൂടാണ്ട് അവിടെ ഇങ്ങനെ ആൾക്കാർ മോതിരമൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തുകൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നല്ല ചെരുപ്പ് കടകളുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ എല്ലാം കണ്ടുപോയി. 1-2 സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി എന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നു കമ്മലായിരുന്നു എൻ്റെ ഒരു മേജർ പർച്ചേസ് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. ക്ലോത്ത്സും നല്ല പ്രൈസിലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ക്ലോത്ത്സ് ഒന്നും നോക്കാൻ ഒരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ മേടിച്ചൊരു കടയായിരുന്നു ഇത്. കടയല്ല, ഒരു ചെറിയ ഒരു ചേച്ചി അവിടെ സൈഡിൽ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മാലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയും കൂടെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീണ്ടും നടന്നു കഴിഞ്ഞ് പിന്നെ അമ്മൂൻ്റെ ഫ്രണ്ട്സിന് 1-2 സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കി നടന്ന് അതൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് തോന്നുന്നു സമയം ഏകദേശം ഒരു 8-8:30 അടുക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ചു നടന്ന്. ലാസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പൊട്ടറ്റോ ട്വിസ്റ്റാറ്റോ എന്ന് പറഞ്ഞ കടയിൽ പോയി അത് വാങ്ങി കഴിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് കഴിക്കണേ. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഹോൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പാടാനുണ്ട് ഒരു വണ്ടി കിട്ടാനായിട്ട്. എസ്പെഷ്യലി രാത്രി ഭയങ്കര പൈസ. പക്ഷെ ഞങ്ങൾക്ക് മതി. പക്ഷെ സംഭവം ഒരു വണ്ടിയിൽ കയറി അതേ റൂമിലേക്ക് പോവാണ്. ശരിക്കും മടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ Day 1. ഞങ്ങൾ റൂമിൽ പോയി മിക്കവാറും ഫ്ലാറ്റ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മുടെ Day 1 ഓഫ് ബാംഗ്ലൂർ. ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം അമ്മു ആൻഡ് മീ. ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. സോ ടാറ്റാ.